കാതിൽ കേൾക്കും കേൾക്കുമ്പോൾ മൂസി മൂസി എന്ത് ചെയ്യുന്നു? മൂസി പാട്ട് പാടുന്നു. മൂസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മൂസി എമ്പുരാൻ. ആ എമ്പുരാനിലെ ഒരു പാട്ടൊന്ന് പാടിയ മൂസി. എമ്പുരാനെ എമ്പുരാനെ. ഇത്രേ ഉള്ളൂ. മൂസിക്ക് ഇത്രേ അറിയത്തുള്ളൂ. പക്ഷെ വളരെ മോശമായിപ്പോയല്ലോ മൂസി. നമ്മളൊരു പാട്ട് പാടുമ്പോൾ നല്ല രീതിയിൽ പാടണ്ടേ മൂസി? ശരി, വേടൻ്റെ ഒരു പാട്ട് പാടിയ മൂസി. വേടൻ്റെ ഒരു പാട്ട് അറിയാലോ മൂസിക്ക്, ഒന്ന് പാടിയേ. എളുപ്പമാട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഈ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സാണെന്ന് വെച്ചാൽ വെറും 5 വയസ്സേ ഉള്ളൂ കേട്ടോ. 5 വയസ്സ്. 3 വയസ്സെങ്കിൽ 3 വയസ്സ്. അപ്പോൾ ഇതെൻ്റെ ബന്ധത്തിലുള്ള കുട്ടിയാണ്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഈ കുട്ടി വന്ന ഒരു വഴി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വെള്ളം പൊങ്ങി കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇരുട്ടത്ത് ഇപ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കാം. ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചെങ്കിലും വ്യക്തമായി കാണുമല്ലോ. കണ്ട, മുറ്റം നിറയും വെള്ളമാണ്. ഈ വീട്ടിൽ നിന്നാണ് ഈ കുഞ്ഞ് ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്ക്. പക്ഷേങ്കിൽ അവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ടില്ല ഈ കുട്ടിയുടെ വന്ന വിവരം. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം നല്ല സീരിയലിൻ്റെ ഒരു തിരക്കിലാണ് ഇല്ലയോ മൂസി? എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പോൾ സീരിയൽ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി ആ വെള്ളത്തിനാന്ന് വെച്ചാൽ എനിക്ക് മുട്ടപ്പം വെള്ളമുണ്ട്. ഇത് ഞങ്ങളുടെ മുറ്റത്ത് ഇരിക്കുന്ന വെള്ളം, എനിക്ക് മുട്ടപ്പം വെള്ളമുണ്ട്. അപ്പോൾ ആ മുറ്റത്ത് നിന്ന് ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞ് ഇവിടെ ഈ രാത്രിയിൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത് ആ വീട്ടിലുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോ മൂസി? അറിഞ്ഞു. ആരറിഞ്ഞ്? നീ അറിഞ്ഞു, അല്ലാതെ ആരും അറിഞ്ഞില്ലല്ലോ. ആരോട് ചോദിച്ചിട്ടാ മൂസി ആ ഇരുട്ടത്ത് നിന്ന് ആ വെള്ളത്തിൽ നിന്ന് ഇവിടം വരെ വന്നത്? സ്പീഡിൽ ഓടി വന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അല്ല, മിക്ക അമ്മമാരും മിക്ക വീടുകളിലുള്ള അവസ്ഥ ഇതാണ്. TV മൊബൈൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ മിക്ക അമ്മമാരും പിന്നെ അവരുടെ കാര്യങ്ങൾ മാത്രമാണ്, അവരുടെ ലോകമാണ്. കുട്ടികൾ അങ്ങോട്ട് പോകുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു എന്നൊന്നും അമ്മമാർക്ക് അറിയണ്ട, അമ്മമാർ അറിയത്തില്ല. പക്ഷേങ്കിൽ ഒന്ന് കാണാതാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ, ഈ അമ്മമാർ കിടന്ന് നെഞ്ചത്തിടിച്ച് കരയുന്നത് കാണേണ്ടത്. പിന്നെ അങ്ങ് അതൊന്ന് വാർത്തയായി കഴിയുമ്പോൾ മെസ്സേജുകളുടെ പ്രവാഹം. അയ്യോ പാവം അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടമായില്ല. അമ്മയെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തി അല്ലെങ്കിൽ ആ വീട്ടുകാരെക്കുറിച്ച് പുകഴ്ത്തി പറയാനോ പിന്നെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് സമയമുണ്ടാവും. പക്ഷേ എന്നാൽ ഈ തെറ്റ് പറ്റുന്നത് എവിടെ നിന്നാണെന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല. എന്തായാലും കഴിവിൻ്റെ പരമാവധി മഴക്കാലത്ത് വെള്ളപ്പൊക്കമുള്ള വീടുകളിൽ, വെള്ളം കെട്ടിയിരിക്കുന്ന വീടുകളിൽ അമ്മമാർ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങളറിയാതെ കുട്ടികൾ പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക. ഓക്കെ, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവുക. ബൈ.